ഇലക്ട്രൽ ബോണ്ടിനെതിരെ ആദ്യമായും അവസാനമായും ശബ്ദമുയർത്താൻ ഒരേ ഒരു കക്ഷി ഉണ്ടായിരുന്നുള്ളൂ, അത് CPM ആണ്. ഈ ബോണ്ട് പാടില്ല എന്ന് ശക്തമായ നിലപാടെടുത്ത CPM ആ ബോണ്ട് നിരോധിച്ച് കഴിഞ്ഞിട്ടും ഇതാ ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്തിനാണെന്നല്ലേ? ഇലക്ട്രൽ ബോണ്ടിന്റെ മറവിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് നൽകിയ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പേര് വിവരങ്ങൾ പുറത്തുവിടാൻ SBI വിസമ്മതിച്ചിരിക്കുന്നു. ഇത് BJPയും SBIയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് തെളിയിക്കുന്നതെന്ന് ശക്തമായി പറഞ്ഞിരിക്കുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. വോട്ടർമാരെ വിലക്കെടുക്കാൻ, MLAമാരെ വിലക്കെടുക്കാൻ ഒക്കെ BJP ഈ പണമാണ് ഉപയോഗിക്കുന്നതെന്നും അവരതിന് ഈ തിരഞ്ഞെടുപ്പിൽ ഉത്തരം നൽകേണ്ടി വരുമെന്നുമാണ് യെച്ചൂരിയുടെ മുന്നറിയിപ്പ്. ഇനി ഒന്നുകൂടി അറിഞ്ഞിരിക്കണം, ലോക്സഭാ തിരഞ്ഞെടുപ്പ് തൊട്ടരികെ നിൽക്കെ ഇന്റർനെറ്റിൽ വോട്ടർമാരെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ ഒരു മാസം മാത്രം BJP വാരിയെറിഞ്ഞത് കോടികളുടെ പരസ്യമാണ്. ഗൂഗിളിൻ്റെയും മാതൃസ്ഥാപനമായ ആൽഫബറ്റിൻ്റെയും വിവിധ പ്ലാറ്റ്ഫോമുകളിൽ മാത്രം ജനുവരി 29-നും ഫെബ്രുവരി 29-നും ഇടയിൽ രാജ്യം ഭരിക്കുന്ന ആ പാർട്ടി ചെലവാക്കിയത് 29.7 കോടി രൂപയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ കൂട്ടാനും കേന്ദ്ര സർക്കാർ പദ്ധതികൾക്ക് പ്രചാരം നൽകാനുമാണ് ഇത്രയും ഭീമമായ തുക ഗൂഗിളിൽ മാത്രം ചെലവിട്ടിരിക്കുന്നത്. മലയാളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വോട്ടർമാരെ മുന്നിൽ കണ്ടും ഇങ്ങനെ കോടികൾ മുടക്കിയിട്ടുണ്ടെങ്കിലും BJPയുടെ പരസ്യങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ തന്നെയാണ്. ഗൂഗിൾ ആഡ്സ് ട്രാൻസ്പെറൻസി സെന്ററിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഗൂഗിൾ സെർച്ച്, യൂട്യൂബ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലായിരുന്നു BJPയുടെ പരസ്യം. ലക്ഷക്കണക്കിന് വെബ്സൈറ്റുകൾ, യൂട്യൂബ് ഉൾപ്പെടെയുള്ള വീഡിയോ പ്ലാറ്റ്ഫോമുകൾ, വിവിധ ആപ്പുകൾ എന്നിവയുടെ എല്ലാം വോട്ടർമാരെ സ്വാധീനിക്കാൻ നീക്കമുണ്ടായിട്ടുള്ളതെന്ന് വ്യാപകമായ വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നു. 12,600 പരസ്യങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്. ഇതിൽ 75% വീഡിയോകളായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ചെലവാക്കിയതിൻ്റെ 10 മടങ്ങ് പണമാണ് ഇത്തവണ ഗൂഗിളിൽ പരസ്യങ്ങൾക്കായി BJP ചെലവിട്ടിരിക്കുന്നത്. ഇനി ഇലക്ട്രൽ ബോണ്ടിലേക്ക് വരാം. നരേന്ദ്രമോദി എന്ന സ്വയം പ്രഖ്യാപിത ലോക ഭരണാധികാരി സുപ്രീം കോടതിയെ കളിയാക്കി പറഞ്ഞത് ഓർമ്മയില്ലേ? കുചേലൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ ശ്രീകൃഷ്ണന് അവിൽപ്പൊതി നൽകിയതിൻ്റെ വീഡിയോ എവിടെയെന്ന് സുപ്രീം കോടതി ചോദിച്ചേനെയെന്ന്. രാജ്യത്തെ പരമോന്നത നീതിപീഠത്തെ കളിയാക്കിയ BJPക്ക് തൻ്റെ ചുമലിൽ തന്നെ അള്ളിപ്പിടിച്ച് കിടക്കുന്ന വേതാളമേ മാറിയിരിക്കുന്നു. ഇതാ സാക്ഷാൽ BJP എന്ന കൃഷ്ണന് കുചേലൻ നൽകിയ അവിൽപ്പൊതി ഇലക്ട്രൽ ബോണ്ട്. ഇലക്ട്രൽ ബോണ്ട് വഴി 2018 മുതൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത് 1-2 1700 കോടി രൂപയാണ്. ഇതിൽ 94% ലഭിച്ചിരിക്കുന്നത് BJPക്ക് മാത്രം. 10% താഴെ, വെറും 10% താഴെ മാത്രമാണ് കോൺഗ്രസിന് ഈ ബോണ്ടിലൂടെ സംഭാവന ലഭിച്ചത്. അടിയന്തരമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ സ്വീകരിച്ച സംഭാവന നൽകിയവരുടെ ലിസ്റ്റ് എന്നിവയടക്കം സമർപ്പിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇത് പ്രായോഗികമല്ല എന്ന നിലപാടാണ് SBI ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സംഭാവന നൽകിയവരുടെ ലിസ്റ്റ് നൽകാൻ സാവകാശം നൽകണമെന്നാണ് SBI ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ജൂൺ 30 വരെ കാലാവധി നീട്ടണമെന്നാണ് SBIയുടെ ഇപ്പോഴത്തെ ആവശ്യം. ഈ ബുധനാഴ്ചയ്ക്കകം വിവരങ്ങൾ നൽകണമെന്നായിരുന്നു സുപ്രീം കോടതിയിലെ ഭരണഘടനാ ബെഞ്ച് അന്ന് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവിട്ടിരുന്നത്. SBIക്ക് പിന്നിൽ, ഈ കളികൾക്കെല്ലാം പിന്നിൽ BJP തന്നെയെന്ന് പകൽ പോലെ വ്യക്തം. ആരൊക്കെ എത്ര പണം നൽകി, BJPക്ക് എങ്ങനെ നൽകി എന്ന് വ്യക്തമായി അറിയിക്കണം. ആ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാർച്ച് 13-ന് മുമ്പ് തന്നെ വെളിപ്പെടുത്തണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കും ഈ നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ SBI സാവകാശം ചോദിച്ചിരിക്കുന്നത് BJPക്ക് വേണ്ടി തന്നെയാണ്. ഇലക്ട്രൽ ബോണ്ടുകൾ രാജ്യത്ത് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം നിലവിലുള്ള SBI ബ്രാഞ്ചുകൾക്ക് മാത്രം. ഇങ്ങനെ വാങ്ങുന്ന ബോണ്ടുകൾ 15 ദിവസത്തിനകം രാഷ്ട്രീയ പാർട്ടികൾ പണമാക്കി മാറ്റിയിരിക്കണം. അങ്ങനെ കിട്ടിയ ബോണ്ടെല്ലാം പണമാക്കി മാറ്റിയത് BJPയാണ് കൂടുതലും. ഇതിൽ ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേരത്തെ രംഗത്തെത്തിയിരുന്നു. അവരും സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം തങ്ങളുടെ സംഭാവന പട്ടിക വെളിപ്പെടുത്തേണ്ടി വരും. പക്ഷേ കൂടുതൽ വെട്ടിലായിരിക്കുന്നത് BJP തന്നെയാണ്. ഒളിഞ്ഞും തെളിഞ്ഞും ആരൊക്കെ BJPക്ക് പണം നൽകി, അതിൽ ED അടക്കം ഏജൻസികളുടെ പട്ടികയിൽപ്പെട്ടവരുണ്ടോ? അങ്ങനെയെങ്കിൽ അവരുടെയൊക്കെ സാമ്പത്തിക ക്രമക്കേടിൽ നിന്ന് രക്ഷിക്കാൻ BJPക്ക് ഇലക്ട്രൽ ബോണ്ടിൽ നിക്ഷേപം നടത്തിയതാണോ എന്നൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരാൻ SBI നൽകുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മതി. SBIയുടെ നെറ്റ്വർക്കിങ്ങിന് നിസ്സാര സമയം കൊണ്ട് തങ്ങളുടെ വിവിധ ബ്രാഞ്ചുകൾ വഴി വിറ്റഴിച്ച ഇലക്ട്രൽ ബോണ്ടുകളുടെ കണക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടും അത് പ്രായോഗികമല്ല. തങ്ങൾക്ക് സാവകാശം വേണം, ജൂൺ 30 വരെ സമയം വേണം എന്നൊക്കെ SBIയുടെ ആവശ്യത്തിന് പിന്നിൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഈ വിഷയം നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ തന്നെയെന്ന് വ്യക്തം. ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള സംഭാവന കൊണ്ടാണ് BJP പിടിച്ചു നിൽക്കുന്നത് തന്നെ.
രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, ബീഹാറിലെ പുതിയ ഭരണമാറ്റം, ആന്ധ്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവയ്ക്കൊക്കെ BJP പണമിറക്കിയത് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി നിക്ഷേപിച്ച ആ തുകയെടുത്താണ്. കോൺഗ്രസുകാരെ പോലെയല്ല BJP. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ സ്വന്തം പണവും തെരഞ്ഞെടുപ്പിൽ ഇറക്കും. എന്നാൽ BJP സ്ഥാനാർത്ഥികൾ കേന്ദ്ര ഘടകത്തിൽ നിന്നുള്ള ഫണ്ടും കാത്തിരിക്കും. കാരണം 2019 മുതൽ BJP അവരെ അങ്ങനെയാണ് ശീലിപ്പിച്ചു വച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ കാര്യമെടുത്താൽ 2 സിറ്റിംഗ് സഹമന്ത്രിമാരാണ് ഇപ്പോൾ മത്സരരംഗത്ത്. ആറ്റിങ്ങലിൽ V. മുരളീധരനും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും. പിന്നെ ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി കളത്തിലിറങ്ങിയ പത്തനംതിട്ട. പിന്നെ സ്റ്റാർ മണ്ഡലമെന്ന് സുരേഷ് ഗോപി സ്വയം വിശേഷിപ്പിക്കുന്ന തൃശ്ശൂർ. ഇവിടെയൊക്കെ 5 സ്റ്റാർ രീതിയിൽ തന്നെ പണമിറക്കണം. അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയും രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരവും ഇനി ഒന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. ഒറ്റയ്ക്ക് റോഡിലിറങ്ങിയാൽ ഇരുവരും വഴിതെറ്റിപ്പോകും. കൂടെയുള്ളവർ എസ്കോട്ടും പൈലറ്റും കൊണ്ട് പോയാലും ഏതൊക്കെ പ്രദേശങ്ങളിൽ പോയി, ഇനി എവിടെയൊക്കെ പോകാനുണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഇരുവരും കമാന്നുമിട്ടില്ല. അതാണ് മണ്ഡലത്തിലേക്ക് കെട്ടിയിറക്കിയാലുള്ള പോരായ്മ. അപ്പോൾ ഇവരെയൊക്കെ പ്രചരണത്തിനിറക്കാൻ നല്ല കാശ് വേണ്ടി വരും. അതിനാണല്ലോ ഈ ബോണ്ട് സംഭാവന. അപ്പോൾ ഇവിടെ BJPയും SBയും പെട്ടു. ആരിൽ നിന്നൊക്കെ ഫണ്ട് വാങ്ങിയെടുത്തു എന്ന് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി ജനങ്ങളോട് പരസ്യമായി ബോധ്യപ്പെടുത്തേണ്ടി വരും. SB അധികൃതർ സുപ്രീം കോടതിയിലും റിസർവ് ബാങ്ക് മുമ്പാകെയും വിശദീകരണവും നൽകേണ്ടി വരും. എന്തായാലും 10,000 കോടിയിൽ പരം രൂപയുടെ സംഭാവന എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, ആരൊക്കെ തന്നെന്ന് BJP നിരത്തേണ്ടി വരും വ്യക്തമായ കണക്കുകൾ.